എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കണമായിരിക്കും. എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കണമായിരിക്കും. ഞാൻ വൈറ്റിലെ ഹബ്ബിൽ നിന്ന് ഇവിടം വരെ ഓടിയാ ഞാൻ വന്നത്. ഈ ഹുമ്മടിക്കാനോ? ഉമ്മടിക്കാനല്ല, അവിടെ നിന്നിട്ട് ഒരുത്തൻ എന്റെ തുണിയങ്ങൾ ഉലിഞ്ഞളഞ്ഞു. എന്തു പറ്റി? എന്താ പ്രശ്നം? എന്താ? ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരുത്തന്നെ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ പരിപാടിയൊക്കെ കാണാറുണ്ട്, നിങ്ങൾ കോമഡി സ്കിറ്റുകളുണ്ട്, നിങ്ങളുടെ നല്ല പാട്ടുകൾ, കോമഡി പാട്ടുകളുണ്ട്, നാടിനോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടാടോ എന്ന് എൻ്റെ മൂത്ത് വിചാരിച്ച പുള്ളി. ഓ അല്ല ചേട്ടാ, ഈ നാടിനോട് പ്രതിബദ്ധതയൊക്കെ നമുക്കുണ്ട്. നമ്മളൊരു പരിപാടി ചെയ്യുന്നത് തന്നെ നാടിനോട് എന്ന് പറഞ്ഞിട്ട് നാടിന് മൊത്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് പ്രതിബദ്ധതയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, നമ്മളെന്താന്ന് വെച്ചാൽ നമ്മൾ നാടിന്റെ നല്ല വശങ്ങൾ, നല്ല മെസ്സേജുകൾ ആൾക്ക് കൊടുക്കണില്ല. ഈ പരിപാടി കൊടുക്കുന്നില്ല. പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതിനുള്ളൊരു അവസരവും സന്ദർഭവും കഴിവുള്ളവരും ഇവിടെ കാണുന്നില്ല. എന്തോരം സംഭവങ്ങളിവിടെ നടപ്പുണ്ട്. ഇപ്പൊ എന്തേലും മനസ്സിലുണ്ടോ? മനസ്സിലുണ്ട്, അതല്ലേ. എന്താ മനസ്സിലുള്ളത്? മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഞാനത് പാട്ട് രൂപത്തിൽ എഴുതി. വീണ്ടും സംഭവം അവിടെ തന്നെ കാര്യമാണ്. കാര്യങ്ങൾ പറയണമെങ്കിൽ എനിക്ക് പാട്ടിലൂടെ പറയണം. അല്ലേ, ഓരോരുത്തർക്ക് പല ഇതുണ്ട്. നാടിനോടുള്ള പ്രതിബദ്ധതയുള്ള ഒരു പാട്ടാണ്. ഓക്കെ, കേട്ടു നോക്കാം. പാടിക്കൂ. മലമേലെ അണ കെട്ടി മലവെള്ളം ലെവലാക്കി തമിഴ്നാടിന് കൊടുക്കുന്നതിടുക്കി. മലമേലെ അണ കെട്ടി മലവെള്ളം ലെവലാക്കി തമിഴ്നാടിന് കൊടുക്കുന്നതിടുക്കി. ഈ ഡാമിന് വേണ്ടത് മുതൽ മുടക്കാം. ട്രോളുകളും ന്യൂസുകളും നാട്ടാരെ മൊത്തത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു കിടുക്കി. ഈ ഡാമിന് വേണ്ടത് മുതൽ മുടക്കാം. ഇവിടുത്തെ ഡാമാണ് ഡാം. ഈ ഡാമെങ്ങാൻ പൊട്ടിയ ടിമ്മ്. ഇവിടുത്തെ ഡാമാണ് ഡാം. ഈ ഡാമെങ്ങാൻ പൊട്ടിയ ടിമ്മ്. നന്നായി കേസമാവ. നല്ല കിടുക്കി സാമൂഹിക പ്രതിബദ്ധതയുള്ള പാട്ട്. നല്ല പാട്ടല്ലേ? താങ്ക് യു. ഇത് മാത്രമല്ല, ഇത് കണ്ട, ഇത് നമ്മുടെ പാലിയേക്കര ടോളിനെ കുറിച്ചുള്ള ഒരു പാടി. പിന്നെ ഇത് നമ്മുടെ പാലാരിവട്ടം പാലത്തെ കുറിച്ചുള്ള സംഭവം. ഇത് പുരാവസ്തു, ഇപ്പൊ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പാരഡി. ഇത് സ്വർണ്ണക്കടത്ത്. അപ്പൊ ഇതിലേത് ഞാൻ ഇനി പാടണം? നിങ്ങൾ പറഞ്ഞോ, ഓരോന്നായിട്ട് തരാം. എനിക്ക് അല്ല, നമ്മുടെ ഷോയ്ക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് വേണ്ട. അവ എല്ലാവരും കേശവമാമനാണ് കൈയടി കൊടുക്കുന്നത്. കേശവമാമൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം മഞ്ജു വാര്യരുടെ ഒരു ആരാധകനെ തട്ടിയെടുത്തു. കിം കിം എന്ന് പറയുന്ന പാട്ട് ഇറങ്ങിയ സമയത്ത് മഞ്ജുവിന്റെ പാട്ട് എപ്പോഴും കേൾക്കുന്ന ഒരാൾ ഇപ്പോഴും ആ പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പരിപാടി ഡിജിറ്റലിലൂടെ കണ്ട് സ്ഥിരമായിട്ട് ചോറുണ്ടെങ്കിൽ കാണണം, ചായ കുടിക്കണമെങ്കിൽ കാണണം, ഉറങ്ങുമ്പോൾ കാണണം, എണീക്കുമ്പോൾ കാണണം. ആ സമയത്തെല്ലാം ക്രൂരൻ കാക്ക എന്നുള്ള പാട്ട് കേൾക്കുന്ന ഒരാരാധകൻ അപ്പം എന്നെ വിളിച്ചു. അവർക്ക് കേശവമാമനെ കാണണം എന്നൊരാവശ്യം പറഞ്ഞു. ഷെയറിങ് ഹാപ്പിനെസ് എന്നുള്ളതാണ് ഫ്രണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെ ഒരു പ്രധാന മോട്ടോ എന്ന് പറയുന്നത്. ഇവിടെ അത്തരത്തിലുള്ളൊരു മുഹൂർത്തം, ചില സ്പെഷ്യൽ എൻട്രികൾ നമ്മുടെ എപ്പിസോഡുകളിൽ പതിവായി ഇടയ്ക്ക് കാണുന്നത് പോലെയുള്ള ഒരു മുഹൂർത്തമാണ്. ഇനി അത്തരത്തിലൊരു ആരാധകനാണ്, അയാൾക്കൊന്ന് കേശവമാമനെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. കാണാനൊരു അവസരം കൊടുക്കുമോ? തീർച്ചയായിട്ടും. ഓക്കെ. കുട്ടികളാണല്ലോ നമ്മുടെ എനർജി, അല്ലേ? അതെ. ആൽഫി, ഇതാരാ ഇത്? ഏത് മാമ? കേശവ മാമയാണോ? കേശവ മാമയുടെ പാട്ട് ഏതാ? ക്രൂരൻ കാക്കയുടെ പാട്ട് കളിക്കുന്ന ആളാണ്. സ്ഥിരം കേൾക്കും. നിബി എനിക്ക് പരിചയമുള്ള ആളാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പൊ മാമന്റെ കൂട്ടത്തിൽ ചെയ്യുവോ? ക്രൂരൻ കാക്ക കളിക്കോ? കണ്ടപ്പോ സന്തോഷായോ? കേശവമാമനെ കണ്ടപ്പോ സന്തോഷായോ? ഓക്കെ, എന്നാ നമുക്ക് കളിക്കാം കേട്ടോ. ബാ.
മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടവിടെ. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് ധരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടവിടെ. നിബി ഇവന് എപ്പോഴാണ് ഈ പാട്ടിന്റെ പരിപാടി തുടങ്ങിയത്? ഇപ്പൊ നമുക്ക് ഈ യൂട്യൂബിലൊക്കെ സ്പീക്കിംഗ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ പറയാം. ഇവനെ ഓപ്പറേറ്റ് ചെയ്യാൻ അങ്ങനെ കൈകൊണ്ട് അറിയില്ല. അപ്പൊ അതിലെടുത്ത് സ്പീക്കിംഗ് എടുത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് പറയും. യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് ശബ്ദം ഉണ്ടാക്കിയത്. അങ്ങനെ അങ്ങനെ കിം 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 വന്ന സമയത്ത് കിം കിം എന്ന് പറയും. അപ്പൊ അത് വന്നിരുന്നു. അതിപ്പോ രമേശേട്ടൻ പറഞ്ഞ പോലെ ശരിക്കും അതിൽ നിന്ന് അങ്ങോട്ട് ചാടി കേശവമാമന്റെ ഈ പാട്ടിലേക്ക്. ഒരു ദിവസം അത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ തന്നെ വന്നതാണ്. പാട്ട് അറിയാതെ വന്നതാ. പിന്നെ സ്ഥിര ആശാൻ അതന്നെ വെച്ച് ഈ പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കുമ്പോഴായിക്കോട്ടെ ചായ കുടിക്കുമ്പോഴായിക്കോട്ടെ. ഈ മഞ്ജു വാര്യരെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കിങ് പിങ്ങിന്റെ സമയത്ത്. അവിടെ നിന്നുണ്ട് മഞ്ജുവിനെ കാണുകയൊക്കെ ചെയ്തിട്ടോ. മഞ്ജുവിനെ കണ്ടു, മഞ്ജുവിനെ ഭയങ്കര ഇഷ്ടമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞ് കേശവമാമനെയാണ് ഇഷ്ടപ്പെട്ടത്, വന്നതുമല്ല. മോനെ അവിടെ വിളി. ആയി നല്ല ഡാൻസ് ആണ് കേട്ടോ. ആ സ്റ്റെപ്പ് Thank you, Vara. അപ്പൊ ആൽഫി ഒരു ഗിഫ്റ്റ് തരട്ടെ? ആരാ തരണ്ടേ? കേശവ മാമ. നിങ്ങൾ തന്നെ കൊടുക്കും നിങ്ങളുടെ ആരാധകന്.